ഹലോ ഹലോ, ഇത് നിധി ബുക്സ് എന്നാണ്. ആ ജയ ഗണേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഐഡിയ ഞങ്ങൾക്ക് മെയിൽ ചെയ്തിരുന്നില്ലേ നിങ്ങൾ? അതെ. ഞങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് ഓഫീസ് വരെ ഒന്ന് വരാൻ പറ്റുമോ? ഒരു 9 മണി. ഞാൻ വരാം വരാം. ഓക്കെ, സീ യു ദെൻ. ഓക്കെ മാം. താങ്ക് യു മാം, താങ്ക് യു താങ്ക് യു. പെട്ടെന്ന് ഞാൻ ബാലൻസ് പോയി. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ. സോറി, ഒന്നുമില്ല കേട്ടോ. ഹലോ, അതല്ല, പിന്നെ ഈ നിധി? അതെ, ഞാനാണ്. അല്ല, നിധി ബുക്സ്? അതും ഞാനാണ്. എന്താ? അല്ല മാം, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. എന്നോട് ഇവിടെ വരാൻ പറഞ്ഞല്ലോ. ആര്? അതിന് ഞങ്ങളിപ്പോൾ ബുക്സ് ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ. സോറി, എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ഇതാരാ മോളെ? ആ, അമ്മയാണ് വിളിച്ചിരുന്നത്. ആൻറ്റി, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. നിങ്ങളാണ് ഇതൊക്കെ വരച്ചത്? അതെ, ഇതാണ് ഹാർഡ് കോപ്പീസ്. മോളെ, ഇതാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്. നോക്കി. ജയഗണേഷ് എന്ന കുട്ടിയാണ് ഹീറോ. മറ്റു കുട്ടികളെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കഥയൊന്നും പറയണ്ട. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. നീയാണോ തീരുമാനിക്കുന്നത്? തൽക്കാലം ഞാനാ തീരുമാനിക്കുന്നത്. വയ്യാത്ത ആളെ ഇവിടെ വരെ വരുത്തി ബുദ്ധിമുട്ടിച്ച്. ഒരു മോനെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇറ്റ്സ് ഓക്കെ മാം. എൻ്റെ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. ഇതിവിടെ വെക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. സോറി ഫോർ വേസ്റ്റിംഗ് ഔർ ടൈം. എടി, നീ ഇത് നോക്കിയോ? നോക്ക്, നിന്റെ അച്ഛൻ്റെ അതേ വരാ. നോക്ക്, തുമ്പിയുടെ ലാസ്റ്റ് ലക്കത്തിൽ അച്ഛൻ ഇതുപോലൊരു സംഭവം വരച്ച ഓർമ്മയുണ്ടോ? വെള്ളത്തിൻ്റെ കാര്യം വലിയ പ്രോബ്ലമാണ് സാർ. എല്ലാ ടവറിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാത്തിനും ഉണ്ട്. അതെ, ഞാൻ ഓൾറെഡി 4 ദിവസം മുന്നേ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു. അത് ഞാൻ വേണ്ട രീതിയിൽ നോക്കിക്കോളാം. ശരി, ഓക്കെ. എന്റെ ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു സൂപ്പർമാൻ ഡ്രസ് വേണം. ഓക്കെ ഡൺ. അവന് ചെറിയ കോൾഡ് ഉണ്ട്. സിനിമയ്ക്കൊക്കെ പോണോ? നോ, ഐ ആം ഫൈൻ അമ്മ. ഓക്കേ അമ്മ പോട്ടെ. നീ തണുത്തൊന്നും കഴിക്കല്ലേ. താൻ ഇവിടെ എവിടെയോ ഈ മുങ്ങി നടക്കുന്നത്? ആ പറഞ്ഞ കാര്യം എന്തായി? ഹേ ഹീറോ. അയാൻ, ഹായ്. നീരാളി മീഡിയ ഇല്ലേ, അതിലത്തെ സ്റ്റാഫാ. ഈ വീക്കെൻഡ് ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെയാണ്. ആണോ? ഞാൻ എൻ്റെ നാട്ടിൽ പോവാ. ഹീറോ, എന്റെ പുതിയ കൊട. ഹായ്, പുതിയ അംബ്രല്ല കൊള്ളാലോ. അയാൻ, നമുക്ക് ഇറങ്ങണ്ടേ? ഇന്ന് 150 കിലോമീറ്റർ സ്പീഡിൽ പോണം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ നീരാളിയിൽ ന്യൂസ് ആയിട്ട് വരുമോ? അതിന് ഓവർ സ്പീഡിന് സാറിന് പിഴയല്ലല്ലോ, നാട്ടുകാർക്കല്ലേ പിഴ. എന്നാ ശരി, എന്നാ നമുക്ക് പോവാം. അയാൻ, എന്താ? കീപ് ദിസ്. മഴ വരുന്നുണ്ട്. എനിക്ക് വേണ്ട. വെച്ചോളൂ, ഇറ്റ്സ് ഫൈൻ. അയാൻ, ഷൂ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ജയഗണേഷ് ഗ്രാമത്തിലെ വളരെ ശാന്തനായ കുട്ടിയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തം. ഐ തിങ്ക് ഹി ഹാസ് എ സ്കിൽ. വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൽ. നമുക്ക് ഒരുപാട് കേസുകളിൽ ഉപകാരപ്പെടും. ബട്ട് ഹി ഹാസ് ടു അഗ്രി. അവന് കൂട്ടുകാരില്ലാതായി, ആരുമില്ലാതായി. എല്ലാവരും അവനെ കളിയാക്കി. ഒടുവിൽ അവൻ അവിടെ എത്തി, സിദ്ധ കിണറിനടുത്ത്. ജയഗണേഷിനെ ഏതോ ഒരു ശക്തി ആ കിണറിലേക്ക് മറിച്ചിട്ടു. അവൻ ആഴങ്ങളിലേക്ക്
ചെറുപ്പത്തിലെ വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവൻ. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് പോയതാ. തീരുമാനം. ചെറുക്കൻ ഡെസ്പ് അടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. ഭാഗ്യത്തിന് നാട്ടുകാർ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. ആ നാടിന്റെ വരൾച്ച തപസ് ചെയ്ത് മാറ്റി ആ കിണറിൽ മറിഞ്ഞ സിദ്ധൻ ജയഗണേഷിന് അവന്റെ ജന്മരഹസ്യം ഓതിക്കൊടുത്തു. ഞാൻ മാക്സിമം അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. വാട്ടർ തെറാപ്പി പഠിപ്പിച്ചു. കാലില്ലെങ്കിലും വെള്ളത്തിൽ നീന്താവും. പിന്നെ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൾട്ടിമീഡിയ പഠിക്കാനും വിട്ടു. കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് കയറി എത്തിക്കൽ ഹാക്കിങ്ങോ സൈബർ സെക്യൂരിറ്റിയോ ഒക്കെ പഠിച്ചു. അവിടെ ഒന്നിന്റെയും അവസാനമായിരുന്നില്ല, പുതിയൊരു ജയഗണേഷിന്റെ തുടക്കമായിരുന്നു. ഫൈറ്റ് ചെയ്യട്ടെ. ബാക്കിയുള്ള നാടിനെ ആക്രമിക്കാൻ പൈശാചിക ശക്തികൾ ഉടലെടുത്തു. ശത്രുക്കൾ അവന്റെ മുന്നിൽ ചാരമായി. പാർവതി, അമ്മ, സംഭവം പൊളിച്ചു. വെറും ഒരു കോമിക്കിനപ്പുറത്ത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. വെരി ഡീപ് യെറ്റ് വെരി കൊമേഴ്ഷ്യൽ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യ്, അയാളെ ഒന്നുകൂടെ വിളിക്കേ. അത് നീ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. ഞാനിനി അയാളെ എങ്ങനെ വിളിക്കാനാ? അമ്മ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തെ? സപ്പോർട്ടോ? 2 സ്റ്റാർട്ടപ്പുകൾ പൊട്ടി. ഇപ്പതാ തുമ്പി ആപ്പും പൊട്ടാൻ നിൽക്കുന്നു. അമ്മ പേടിക്കണ്ട. ഗിവ് മീ 6 months. ഈ ആപ്പ് ഒന്ന് ക്ലിക്കായ വിതിൻ 3 months മിനിമം 50 കോടിയെങ്കിലും ടേൺ ഓവർ ഉണ്ടാക്കും നമ്മള്. അതുപോലെ അമ്മ ഡോണ്ട് വറി. മാം, ഓഫീസിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കേസ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എൻ്റെ പുതിയ കഥയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ചു. സ്ട്രെയിറ്റായ ഒരു കാര്യം പറയാം. ഇതുപോലെ പല കേസുകളിലും ഗണേഷിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കേസിലും എനിക്ക് എവിഡൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുന്നേ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ക്ലയൻ്റ് ഉണ്ട്. അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ലീക്കായിട്ടുണ്ട്. അത് ഡീപ്പ് ഫേക്ക് ആണെന്ന് ഗണേഷിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? മാം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അയ്യോ, വെറുതെ വേണ്ട. ഞങ്ങൾക്ക് നല്ല പേയ്മെൻറ്റ് തരാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കൂടെ? അല്ല ഗംഗേട്ടാ? എടാ, വക്കീലിനെ പോലെ ഒരാൾ ഒന്നും കാണാൻ നിൽക്കുന്നത് പറയൂ. നീ നോക്ക്. എന്ന് നോക്കാനാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ മാം? യു മേ ലീവ്. ഓക്കെ, ഗണേഷിൻ്റെ ഇഷ്ടം.